5 അപ്പവും 2 മീനും യേശു വർദ്ധിപ്പിക്കുന്നതാണ് നമ്മളിന്ന് ഗോസ്പലിൽ കാണുന്നത്. വലിയൊരു പ്രശ്നമായിപ്പോയി. എല്ലാവരും കൂടി ഒരുമിച്ച് കൂടി നിൽക്കുമ്പോൾ ഭക്ഷണം കിട്ടില്ല എന്നറിയുന്നു. പരസ്പരം സംസാരിച്ചു തുടങ്ങി. യേശു പറഞ്ഞ് ഭക്ഷണം കൊടുക്കണമെന്ന് പറയുന്നു. പ്രത്യേകിച്ച് അടുത്തൊരു കാറ്ററിംഗ് സർവീസോ ഹോട്ടലോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് പറ്റില്ല എന്ന് ശിഷ്യന്മാർ വീണ്ടും ശാഠ്യം പിടിക്കുന്നു. ഒടുവിൽ യേശു നിങ്ങളുടെ കയ്യിൽ എന്തുണ്ടെന്ന് ചോദിച്ച് 5 അപ്പവും 2 മീനും യേശുവിൻ്റെ കയ്യിലെത്തിക്കുന്നു. അതാണ് സുവിശേഷ ഭാഗം. ഇതിൽ യേശു എന്താ ചെയ്തത്? അതാണ് നമ്മൾ കാണേണ്ടത്. യേശു ആ 5 അപ്പവും 2 മീനും കൈകളിലെടുത്തു. എന്നിട്ട് കൃതജ്ഞതാ സ്തോത്രം ചെയ്തു. അതാണ് പോയിന്റ്. എന്താ ചെയ്തത്? കൃതജ്ഞതാ സ്തോത്രം ചെയ്തു, നന്ദി പറഞ്ഞു. അതെന്ത് പ്രാർത്ഥനയാണ്? യേശു പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല. യേശു പ്രത്യേകിച്ച് ഒന്നും ആവശ്യപ്പെട്ടില്ലെന്ന് വർദ്ധിപ്പിക്കണമെന്ന് പിതാവിനോട് പറഞ്ഞില്ല. പക്ഷെ നന്ദി പറഞ്ഞു. എടുത്തുയർത്തി വെച്ചിട്ട് ഇത്രയും വലിയ ജനക്കൂട്ടത്തിന് ഈ 5 അപ്പവും 2 മീനും തന്നതിന് നന്ദി പറഞ്ഞു. കിട്ടിയത് കുറവാണ്, ഒന്നുമില്ല, ഒരാൾ കഴിക്കാൻ പോലും ഇതിനകത്തില്ല. പക്ഷേ യേശു ഈ വലിയൊരു ജനക്കൂട്ടത്തിന് മുമ്പിൽ കിട്ടിയ ആ ഒരു ചെറിയ കാര്യത്തെ ഓർത്ത് നന്ദി പറഞ്ഞു. നന്ദി പറഞ്ഞ് താഴെ വെച്ചപ്പോൾ അപ്പത്തിന് മാറ്റം സംഭവിച്ചു. എണ്ണം കൂടി. 12 കുട്ട നിറയെ ബാക്കി വന്നതാണ് ഗോസ്പൽ അവസാനിപ്പിക്കുന്നത്. ഒരു കാര്യം ഓർത്തിരിക്കേണ്ടതേ, നമുക്ക് ഒത്തിരി ആവശ്യങ്ങളുണ്ട്, ഒത്തിരി സ്വപ്നങ്ങളുണ്ട്, നിരവധിയായ അഭിലാഷങ്ങളുണ്ട്. ഇതെല്ലാം കൊണ്ട് നമ്മൾ കർത്താവിന് മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ എന്താ ചെയ്യണേ? അതില്ല, ഇതില്ല, അത് വേണം, ഇത് വേണം, ഇങ്ങനെ ഒത്തിരി പരാതി പറയാറില്ലേ? ചെയ്യേണ്ട എന്താണെന്നറിയോ? നന്ദി പറയണം. നിങ്ങളുടെ കയ്യിൽ ഇപ്പം എന്തോ ഒന്നില്ലേ? ദൈവം നിങ്ങൾക്ക് നൽകിയ എന്തൊക്കെയോ ചെറിയ ചെറിയ സൗഭാഗ്യങ്ങളില്ലേ? അതിനോർത്ത് നന്ദി പറയണം. അതിനോർത്ത് നന്ദി പറയുമ്പോൾ ബാക്കിയെല്ലാം ഇരട്ടിക്കും. ഇരട്ടിക്കുന്നത് 1ഉം 2ഉം കണക്കിലല്ല, നിങ്ങൾ ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് ഇരട്ടിക്കും. 5 അപ്പം 5000 ഇരട്ടിച്ചു. മനസ്സിലായില്ലേ? ചിന്തിക്കുന്നതിനപ്പുറത്തേക്ക് ദൈവം പ്രവർത്തിക്കും. അങ്ങനെയാണെങ്കിൽ എളുപ്പത്തിൽ കാര്യങ്ങൾ നടക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. ചോദിക്കുമ്പോൾ ചോദിക്കരുത്, നന്ദി പറയണം. ഇത്രയും കാലം കിട്ടിയില്ലേ, അതിന് നന്ദി. നീ എനിക്ക് ഇത്രയൊക്കെ തന്നില്ലേ, നന്ദി. ക്രിസ്തു ചെയ്ത അതാണ് ഏറ്റവും മനോഹരമായ പ്രാർത്ഥന. കയ്യിൽ കിട്ടിയതിനെ ഉയർത്തി പിടിച്ച് നന്ദി പറയണം. ചില ബന്ധങ്ങളിലൊക്കെ തകർച്ചയുണ്ടെങ്കിൽ, സ്നേഹങ്ങളിലൊക്കെ വീഴ്ചകളുണ്ടെങ്കിൽ ആ സ്നേഹത്തെ കരങ്ങളിലെടുത്തിട്ട് ഉയർത്തണം. എന്നിട്ട് കുറേ കുറവുകളൊക്കെ ഉണ്ട് കർത്താവേ, എങ്കിലും നന്ദി, ഇത്രയും നീ എനിക്ക് തന്നില്ലേ, മതി എന്ന് പറഞ്ഞു നോക്കിയേ, ഇരട്ടിക്കും. സ്നേഹവും കരുണയും ഇരട്ടിച്ചിരട്ടിച്ച് നമ്മൾ ചിന്തിക്കുന്നതിന് അപ്പുറത്തേക്കെത്തും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.